നമസ്കാരം. വത്തിക്കാൻ ഡയറിയിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. കോവിഡ് ശുശ്രൂഷയുടെ ഉണങ്ങാത്ത മുറിവും പേറി കർമ്മല മോൺസാൽവെ. ബെയ്റൂട്ടിലെ നഷ്ടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു നഗരം നെയ്തുണ്ടാക്കാൻ പാടുപെടുകയാണ് ലാറ്റിനോ കുടിയേറ്റക്കാർ. കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും മുറിവ് ആഴത്തിലാക്കുന്ന കൊറോണ. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോയതിനേക്കാൾ പ്രധാനമാണെന്ന് ഫ്രാൻസിസ് പാപ്പ. ഭൂമിയിൽ സഹോദരി സഹോദരന്മാരായി ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചന്ദ്രനിലേക്ക് പോയിട്ട് എന്തു കാര്യം? ബെലാറസിൽ സമാധാനം സ്ഥാപിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ നൈജീരിയയിൽ നടക്കുന്ന തീവ്രവാദി ആക്രമണത്തെ അപലപിച്ചു. യാമപ്രാർത്ഥനയിൽ മകളെ സൗഖ്യപ്പെടുത്തണമേ എന്ന് യേശുവിനോട് യാചിച്ച കാനാൻകാരിയെക്കുറിച്ച് പാപ്പ പറഞ്ഞു. ആ വിജാതീയ സ്ത്രീയെപ്പോലെ വിശ്വാസമുണ്ടാകണം. നമുക്കീ പ്രാർത്ഥന ഓർക്കാം. കർത്താവെ, അങ്ങേക്ക് വേണമെങ്കിൽ എന്നെ സുഖപ്പെടുത്താം. ഇത് മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. തുടർന്നുള്ള ആശംസകളിൽ ലോകത്ത് വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി പാപ്പ പ്രാർത്ഥന വാഗ്ദാനം ചെയ്തു. ലെബനോണിനെ ഓർമ്മിച്ചു. ബെലാറസിൽ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിഷേധങ്ങൾ നടക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സ്ഥിതിഗതികൾ ഞാൻ സൂക്ഷ്മമായി പിന്തുടരുകയാണ്. നീതിയും ന്യായവും മാനിക്കണമെന്നും അക്രമത്തെ നിരസിക്കണമെന്നും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും വേനലവധി ആശംസിച്ച പാപ്പ ചില കാര്യങ്ങൾ ഓർക്കണമെന്നും അഭ്യർത്ഥിച്ചു. കോവിഡ് മൂലം നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ നാം മറക്കരുത്. ജോലിയില്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവർക്കത് നഷ്ടപ്പെട്ടു. അവർക്കൊന്നും കഴിക്കാനില്ല. In tante famiglie che non hanno lavoro, che hanno perso il lavoro e non hanno da mangiare. മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിൽ യാമപ്രാർത്ഥനയ്ക്ക് പാപ്പ നേതൃത്വം നൽകി. മാതാവിന്റെ സ്വർഗാരോപണം ചന്ദ്രനിലേക്ക് മനുഷ്യൻ പോയതിനേക്കാൾ പ്രധാനമാണ്. Serve poco andare sulla luna se non viviamo da fratelli sulla terra. ഭൂമിയിൽ സഹോദരി സഹോദരന്മാരായി ജീവിക്കുന്നില്ലെങ്കിൽ നാം ചന്ദ്രനിൽ പോയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മിൽ ഒരാൾ സ്വർഗത്ത് ശരീരത്തോടെ വാഴുന്നു എന്നത് പ്രത്യാശ നൽകുന്നു. നാം മൂല്യമുള്ളവരാണെന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. വീണ്ടും ഉയർക്കാനുള്ളവരാണെന്നും നമ്മുടെ ശരീരം അപ്രത്യക്ഷമാകാൻ ദൈവം അനുവദിക്കില്ല. ഏറ്റവുമേറെ സഹിക്കുന്നവരെ പാപ്പ മറന്നില്ല. നൈൽ നദിയിലെ ജലത്തിനു വേണ്ടി ഏറ്റുമുട്ടുന്ന 3 രാജ്യങ്ങൾ തമ്മിൽ ചർച്ച നടക്കണമെന്ന് പാപ്പ പറഞ്ഞു. Oggi vorrei pregare in particolare per la popolazione della regione settentrionale. നൈജീരിയയുടെ വടക്കൻ മേഖലയിൽ അക്രമത്തിനും ഭീകരാക്രമണത്തിനും ഇരയാകുന്ന ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈജിപ്തിലെയും എത്യോപ്യയിലെയും സുഡാനിലെയും പ്രിയ സഹോദരരെ, നിങ്ങൾക്ക് ചർച്ച മാത്രമേ ഏക പോംവഴിയുള്ളൂ. നിങ്ങളുടെ പ്രിയപ്പെട്ട ജനതയ്ക്കും ലോകം മുഴുവനും ഇത് നന്മ വരുത്തും. La vostra unica scelta per il bene delle vostre care popolazioni e del mondo intero. മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിൽ പരിശുദ്ധ അമ്മയെ പ്രത്യേകമായ രീതിയിൽ ഓർക്കാനും മരിയാലയങ്ങൾ സന്ദർശിച്ച് അമ്മയെ വണങ്ങാനും പാപ്പ വിശ്വാസികളോട് അഭ്യർത്ഥിച്ചു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ വിജനതയുടെ ദൃശ്യങ്ങൾ മാറിത്തുടങ്ങി. റോമായിലേക്കും വത്തിക്കാനിലേക്കും സഞ്ചാരികൾ വന്നു തുടങ്ങി. അവർക്ക് പാപ്പയുടെ പരിപാടികളിൽ നേരിട്ട് സന്നിഹിതരാകാൻ കഴിയുന്നില്ലെങ്കിൽ പോലും പുതിയ സാഹചര്യത്തിൽ സാധാരണ പോലെ തന്നെ വത്തിക്കാന്റെ കാഴ്ചകളിൽ സഞ്ചാരികൾ ആകർഷകരായി തുടങ്ങി. കർമ്മല മോൺസാൽവ പറയുന്നു, വിചിത്രമായിരിക്കുന്നു. കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നപ്പോൾ ചത്തുരം നിറഞ്ഞിരുന്നു, ചലിക്കാൻ പോലും ആകാത്ത വിധം. ഇതിപ്പോൾ ശൂന്യമായിരിക്കുന്നത് കാണുന്നത് സങ്കടകരം. ലോകം കറങ്ങുന്നത് നിന്നതുപോലെ തോന്നുന്നു. എന്നാലും ഞങ്ങളിത് ആസ്വദിക്കും. ആരും ശല്യപ്പെടുത്താനില്ലാത്തതുകൊണ്ട് ഇഷ്ടം പോലെ പടങ്ങൾ എടുത്തു പോകും. കർമ്മല നേഴ്സാണ്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലാണ് അവൾക്ക് ആഭിമുഖ്യം. മറ്റനേകം ആരോഗ്യ പ്രവർത്തകരെ പോലെ കോവിഡിനെതിരെ മുന്നണിയിൽ നിന്നതിന്റെ മുറിപ്പാടുകൾ അവളുടെ മനസ്സിലുണ്ട്. ഒരു കേസ് വൈകാരികമായാണ് അവൾ ഓർത്തത്. ആദ്യം അവർ പറഞ്ഞത് ഈ രോഗി മെച്ചപ്പെട്ടുവെന്നാണ്. പക്ഷേ പെട്ടെന്ന് വ്യതിയാനം വന്നു. എങ്ങനെയാണെന്നറിയില്ല. അദ്ദേഹത്തിന്റെ പ്രധാന അവയവങ്ങൾ തകർന്നുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് ആകെ ചെയ്യാൻ കഴിയുമായിരുന്നത് ആ കൈകൾ പിടിച്ചുകൊണ്ട് ശാന്തി നേരാൻ മാത്രമായിരുന്നു. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. അവളുടെ ജീവിതത്തെ അടയാളപ്പെടുത്തിയ അനുഭവമാണിത്. എന്ന് മാത്രമല്ല, ഏറ്റവും അത്യാവശ്യമുള്ളപ്പോൾ ഏറ്റവും മികച്ചത് കൊടുക്കണമെന്നും അവൾ അങ്ങനെ പഠിച്ചു.
കഠിനമായ മാസങ്ങളിൽ കൂടി കടന്നുപോയ കൊടുങ്കാറ്റുകളുടെ മധ്യത്തിലൂടെ കടന്നുപോയ അവൾക്ക് റോമാ യാത്ര ആവശ്യം വേണ്ടുന്ന ഇടവേളയായിരുന്നു. ആ സയാമീസ് കുഞ്ഞുങ്ങൾക്ക് ബാംബിനോ ജേസു ആശുപത്രിയിൽ ലഭിച്ചത് രണ്ടാം ജന്മം. അവർക്ക് ജീവജലത്തിന്റെ ചൈതന്യം പകർന്ന് ഫ്രാൻസിസ് പാപ്പ. സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിൽ ജനിച്ച എർവീന, പ്രഫീന എന്നീ സയാമീസ് ഇരട്ടകളുടെ മാമോദീസ ഫ്രാൻസിസ് പാപ്പ നിർവഹിച്ചു. വത്തിക്കാനിലെ കുഞ്ഞുങ്ങൾക്കുള്ള ആശുപത്രി ബാംബിനോ ജേസുവിൽ അതിസങ്കീർണമായ ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ഇവരുടെ തല രണ്ടാക്കിയത്. ഒറ്റത്തലയുള്ള ഈ പെൺകുട്ടികൾക്ക് ശസ്ത്രക്രിയ നടത്താൻ ആ നാട്ടിൽ സംവിധാനമുണ്ടായിരുന്നില്ല. പാപ്പയുടെ സാമ്പത്തിക സഹായത്തോടെ ബാങ്കുവിൽ ആരംഭിച്ച ആശുപത്രിയിൽ നിന്നാണ് ബാംബിനോ ജേസു ആശുപത്രിയുടെ പ്രസിഡന്റ് മരിയല്ല എനോക്ക് ഈ കുട്ടികളെ കണ്ടെത്തിയത്. എർവീനയും പ്രഫീനയും പ്രത്യേക രീതിയിൽ എന്നെ ആകർഷിച്ചു. ജനിച്ച് ഏതാനും ദിവസം മാത്രമായ അവർ ഒരു കൊച്ചു ബെഡിൽ കിടക്കുകയായിരുന്നു. അവർ രക്ഷപ്പെടാനുള്ള സാധ്യതയില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. ചെറിയ അണുബാധ മതി, അവർ മരിക്കും. 30 ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങിയ ഒരു സംഘം 30 മണിക്കൂറെടുത്താണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. അവർ സുഖം പ്രാപിക്കുമ്പോൾ പാപ്പയെക്കൊണ്ട് മാമോദീസ നൽകണമെന്ന് അമ്മ ആഗ്രഹിച്ചിരുന്നു. അതിപ്പോൾ സഫലമായി. തന്റെ മക്കൾ രണ്ടാമത് ജനിച്ചിരിക്കുകയാണെന്ന് അമ്മ പറയുന്നു. മരണാസന്നരായ കോവിഡ് രോഗികളെ അനുയാത്ര ചെയ്യാൻ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ലാതിരിക്കുമ്പോൾ ഒരു ശവസംസ്കാരം പോലും പ്രതീക്ഷിക്കാൻ കഴിയാതെ നടുങ്ങിയിരുന്ന നിമിഷങ്ങളിൽ മാലാഖമാരെ പോലെ അടുത്തു ചെല്ലുന്ന ചാപ്ലൈൻമാരെ നാം കാണണം. വൈദ്യശുശ്രൂഷ രംഗത്തുള്ളവരുടെ കഷ്ടപ്പാടുകൾ ചാപ്ലൈൻമാർക്ക് നന്നായി മനസ്സിലാകുന്നുണ്ടെന്ന് ഇറ്റാലിയൻ മനഃശാസ്ത്രജ്ഞൻ പറയുന്നു. കോവിഡ്-19 ബാധിച്ചവരുടെ അജപാലന ശുശ്രൂഷ ആശുപത്രി ചാപ്ലൈൻമാർക്ക് വലിയ വെല്ലുവിളിയാണ്. രോഗിയുടെ സമീപത്തെത്താൻ കഴിയാത്തതിനാൽ അകലെ നിന്നുകൊണ്ട് അവർക്ക് ആത്മീയ പിന്തുണ നൽകുകയായിരുന്നു ചാപ്ലൈൻമാർ. റോമായിലെ ഒരാശുപത്രി ചാപ്ലൈൻ ഫാദർ റോഡ്രിഗസ് പറയുന്നു, അതികഠിനമായൊരു കാര്യമാണ് ചെയ്യാനുണ്ടായിരുന്നത്. ദൈവം തങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് അവൻ അവിടെയുണ്ടെന്നും അവരെ മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. അസ്വസ്ഥജനകമായിരുന്നു ഈ സന്ദർഭം. അതുകൊണ്ടാണ് വൈദികർക്ക് മനഃശാസ്ത്ര സഹായം നൽകാൻ ഇറ്റാലിയൻ എപ്പിസ്കോപ്പൽ കോൺഫറൻസ് അഭ്യർത്ഥിച്ചത്. മനഃശാസ്ത്രജ്ഞനായ ടോണിനോ കാൻഡൽമി പറയുന്നു, ബന്ധുക്കളെയോ കൂട്ടുകാരെയോ ഒരു സംസ്കാരം പോലും കിട്ടാതെ മരിക്കുന്ന രോഗികൾക്ക് ചിലപ്പോൾ അവസാനം വരെ അനുധാവനം ചെയ്യാൻ ഒരു വൈദികൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ മരിക്കുന്ന വ്യക്തിയും പുറത്തുള്ളവരും തമ്മിലുള്ള ഏക ഇടനില ചാപ്ലൈൻ മാത്രമായി. ഇത് കഠിനമായ മാനസിക സംഘർഷമുണ്ടാക്കിയിട്ടുണ്ട്. മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചവർക്ക് വേണ്ടി സൗജന്യ തെറാപ്പി സെഷനുകൾ മനഃശാസ്ത്രജ്ഞനായ ടോണിനോ കാൻഡൽമി നൽകിയിരുന്നു. അദ്ദേഹം പറയുന്നത്, വൈദികർ അവർക്ക് വേണ്ടി മാത്രമല്ല ഇങ്ങനെ സഹായം ചോദിച്ചത്. ചിലപ്പോൾ അവർ ഒപ്പമുള്ള ഡോക്ടർമാർക്കോ നഴ്സുമാർക്കോ കൂടി ഉപദേശം ആരാഞ്ഞു വിളിച്ചിരുന്നു. വൈദ്യശുശ്രൂഷകരുടെ സഹനം ചാപ്ലൈൻമാർക്ക് നന്നായി മനസ്സിലായിരുന്നു. ജോലിയുടെ കാഠിന്യം, മരിച്ചവരെ അണുബാധയേൽക്കുമെന്ന ഭയത്താൽ നിരസിക്കുന്ന മറ്റുള്ളവർ ഒരുപാട് പേർ കുടുംബങ്ങളിൽ നിന്നും ഉൾവലിഞ്ഞ് സ്വയം ഒറ്റയ്ക്ക് ജീവിക്കാൻ നിർബന്ധിതരായി. ചിലയിടങ്ങളിൽ അയൽപ്പക്കത്തുള്ളവർ അവരെ എലിവേറ്റർ ഉപയോഗിക്കുന്നതിൽ നിന്ന് പോലും തടഞ്ഞു. രോഗികൾക്കരികിൽ നിൽക്കുന്നവരെ സഹായിക്കുന്നത് തുടരണമെന്ന് ടോണിനോ പറഞ്ഞു. കാരണം ഏറ്റവും മോശമായത് ഇനിയും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾക്ക് മറ്റു പകർച്ചവ്യാധികളുടെ പഠനങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതനുസരിച്ച് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറുകൾ കഠിനമാണ്. മുന്നണിയിലുള്ളവർക്ക് ഇങ്ങനെയുള്ള മാനസിക പിരിമുറുക്കം 3-4 വർഷം വരെ നീണ്ടു നിൽക്കും. ഇറ്റലിയിൽ 120-ലേറെ വൈദികർ മരിച്ചു. കൊറോണ വൈറസിൽ രോഗത്തിന് ഏറ്റവും ഇരയായ ഗ്രൂപ്പ് ഡോക്ടർമാർ കഴിഞ്ഞാൽ ചാപ്ലൈൻമാരാണ്. ചിലർ പ്രായാധിക്യം കൊണ്ടും മറ്റു ചിലർ രോഗികൾക്ക് അടുത്തായിരുന്നതുകൊണ്ടുമാണ് മരിച്ചത്. ബെയ്റൂട്ടിലെ നഷ്ടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു നഗരം നെയ്തുണ്ടാക്കാൻ പാടുപെടുകയാണ് ലാറ്റിനോ കുടിയേറ്റക്കാർ. ഒരു കാലത്ത് ആഭ്യന്തര കുഴപ്പം മൂലം ലെബനോൻ വിട്ടുപോയവരുടെ പിൻതലമുറക്കാർ തങ്ങളുടെ പൂർവികരുടെ നാടിനെ പുതുക്കിപ്പണിയുന്നു. അണുസ്ഫോടനത്താൽ തകർന്നു തരിപ്പണമായ ബെയ്റൂട്ടിലെ തെരുവുകൾ പുനർനിർമ്മിക്കാൻ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരും രംഗത്ത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും ഈ നഷ്ടാവശിഷ്ടങ്ങൾക്കിടയിലേക്ക് സന്നദ്ധ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലെബനോണിലെ സാമ്പത്തിക കേന്ദ്രമായിരുന്ന ബെയ്റൂട്ടിനെ പുനർനിർമ്മിക്കണമെന്ന അവിടുത്തെ ജനങ്ങളുടെ അഭിലാഷമാണ് ഈ തകർന്നു കിടക്കുന്ന വസ്തുക്കൾക്കെല്ലാം മുകളിൽ പ്രതീകാത്മകമായി പാവകളെ വെച്ചിരിക്കുന്നത്. ദുരന്തത്തിന്റെ കാഠിന്യം അതീവമാണ്. ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ്മയിലൂടെ മാത്രമേ ഈ നഗരം വീണ്ടെടുക്കാനാവൂ. അവരിൽ കുടിയേറ്റക്കാരുമുണ്ട്.
ഒരു സന്നദ്ധ പ്രവർത്തകനായ ചകിത് ബച്ച പറയുന്നു. Al día siguiente പിറ്റേ ദിവസം തുടർ സ്ഫോടനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന അപകടം നിലനിൽക്കുമ്പോഴാണ് ഞങ്ങൾ നഗരം വന്നു കണ്ടത്. തകർച്ച കണ്ട് കരയാൻ കഴിയില്ലായിരുന്നു. പ്രതീക്ഷയുടെ ഒരു ചെറുമൂല ഞാൻ കണ്ടെത്തി. 1975 മുതൽ 1990 വരെ ലെബനോണിൽ നടന്ന യുദ്ധത്തെ തുടർന്ന് ഒരുപാട് ലെബനീസ് ജനങ്ങൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് കുടിയേറിയിരുന്നു. അവരുടെ പിന്മുറക്കാർ പലരും പിന്നീട് മടങ്ങിയെത്തി. അവർ ഈ ദുരന്ത സമയത്ത് മെഡിക്കൽ സഹായം എത്തിക്കാനും മനഃശാസ്ത്ര പിന്തുണ നൽകാനും തങ്ങളുടെ പൂർവികരുടെ നാട് ശുദ്ധിയാക്കാനും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. al día siguiente ലെബനീസ് ജനത അങ്ങനെയാണ്. ഞങ്ങൾ വിദേശികളും അങ്ങനെ തന്നെ. എന്റെ സന്നദ്ധ സംഘത്തിൽ വെനിസ്വേല, മെക്സിക്കോ, കൊളംബിയ, ഇക്വഡോർ, US എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അവർ സന്നദ്ധ പ്രവർത്തകരോടൊപ്പം വിവിധ ടീമുകളിലാണ് പ്രവർത്തിക്കുന്നത്. അന്യരെ സഹായിക്കുന്ന കാര്യത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതാകുന്നു. ആഹാരം, വിവിധ സേവനങ്ങൾ എന്നിവ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ടീമുകളുണ്ട്. സന്നദ്ധ പ്രവർത്തകരടങ്ങിയ മെഡിക്കൽ സംഘങ്ങളും. ഞങ്ങളുടെ ടീം നഷ്ടാവശിഷ്ടങ്ങൾ നീക്കുന്ന ജോലിയിലാണ്. ഗ്ലാസും മറ്റും പുനരുപയോഗത്തിനായി ഞങ്ങൾ പെറുക്കിയെടുക്കുന്നു. ഈ കുടിയേറ്റക്കാർ ഒത്തുപിടിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സങ്കീർണമായ ഈ ജോലി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായമില്ലാതെ അസാധ്യമായിരിക്കും എന്നവർ കരുതുന്നു. അഭയാർത്ഥികളുടെയും കുടിയേറ്റക്കാരുടെയും എളുപ്പം മുറിവേൽക്കാവുന്ന അവസ്ഥ കോവിഡ് രോഗം മൂലം കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് 25 രാജ്യങ്ങൾ വരും മാസങ്ങളിൽ വിനാശകരമായ പട്ടിണിയിലേക്ക് മാറുമെന്ന UN കണക്കുകൂട്ടൽ ഇവരുടെ ജീവിതം കൂടുതൽ ആശങ്കാകുലമാക്കുന്നു. കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും എളുപ്പം മുറിവേൽക്കാവുന്ന അവസ്ഥ മഹാമാരി കൂടുതൽ ഗുരുതരമാക്കിയിരിക്കുന്നുവെന്ന് സ്കാലബ്രീനിയൻസ് പറയുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഈ രംഗത്ത് കുറച്ച് NGO-കളെ ഉണ്ടായിരുന്നുള്ളൂ. ബിഷപ്പ് ജിയോവനി ബാറ്റിസ്റ്റ സ്കാലബ്രീനിയെ പോലുള്ള സുമനസ്സുകളെയാണ് കുടിയേറ്റക്കാർ ആശ്രയിച്ചത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം ഈ ഇറ്റാലിയൻ കുടിയേറ്റക്കാരെ സ്വീകരിക്കാനും ഉദ്ഗ്രഥനം ചെയ്യാനും സർക്കാരുകളെ പ്രേരിപ്പിക്കുന്നതിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി. ആ സമയത്ത് യൂറോപ്പിൽ നിന്നും ഭാഗ്യമന്വേഷിച്ച് അമേരിക്കയിലേക്ക് പോകുന്നവരുടെ എണ്ണം ഏറെയായിരുന്നു. സ്കാലർബീനിയൻസ് സുപ്പീരിയർ ജനറൽ ഫാദർ ലിയോണിയർ ക്വയാറലോ പറയുന്നു. അദ്ദേഹം ഇറ്റാലിയൻ സർക്കാരിനെ ഇതിൽ ഉൾപ്പെടുത്തി. ബ്രസീലിൽ കുടിയേറ്റക്കാരെ സന്ദർശിക്കാൻ പോയി. അവിടുത്തെ പ്രാദേശിക സഭയോടും സർക്കാരിനോടും കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ പ്രചോദിപ്പിച്ചു. US-ൽ പോയപ്പോൾ ന്യൂയോർക്കിലെ കുടിയേറ്റക്കാരെയും അവരുടെ ഇടവക വികാരിമാരെയും ബിഷപ്പുമാരെയും കണ്ടു. വാഷിംഗ്ടണിൽ പ്രസിഡന്റ് റൂസ്വെൽറ്റിനെ സന്ദർശിച്ച് രാജ്യം അവർക്കായി പദ്ധതികളും സംരക്ഷണ നിയമങ്ങളും നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടു. സ്കാലബ്രീനിയൻസ് എന്നറിയപ്പെടുന്ന 3 സ്ഥാപനങ്ങൾ കുടിയേറ്റക്കാർക്കായി ജിയോവനി ബാറ്റിസ്റ്റ സ്കാലബ്രീനി സ്ഥാപിച്ചു. അതിലൊന്നാണ് വിശുദ്ധ ചാൾസ് ബൊറോമിയോ മിഷണറികൾ. കുടിയേറ്റക്കാരും അഭയാർത്ഥികളും യാത്ര ചെയ്യുന്ന പ്രധാന മാർഗങ്ങളിൽ അവരുടെ ഉദ്യമങ്ങളിൽ സഹായിക്കാനും ഉദ്ഗ്രന്ഥത്തിനുമായി ഈ മിഷണറികൾ സന്നിഹിതമാണ്. ഇതിൻ്റെ സുപ്പീരിയർ ജനറൽ ഫാദർ ലിയോണിയർ ക്വയാറലോ ബ്രസീലിലെ ഇറ്റാലിയൻ കുടിയേറ്റ തലമുറകളിൽപ്പെടും. കുടിയേറ്റം ഒരു ഘടനാപരമായ പ്രശ്നമാണെന്നും സാഹചര്യങ്ങൾ മൂലമുള്ള പ്രതിഭാസമല്ലെന്നും ഞങ്ങളുടെ സ്ഥാപകൻ കണ്ടിരുന്നു. അക്കാലത്ത് നിരവധി പേർ പറഞ്ഞു, ഇറ്റാലിയൻ കുടിയേറ്റം പെട്ടെന്നുള്ളൊരു പ്രതിഭാസമായതിനാൽ അത് ഇല്ലാതാകുമെന്ന്. കുടിയേറ്റം ഘടനാപരമായ പ്രതിഭാസമാണ്. എന്നാൽ ചില കുടിയേറ്റ ഒഴുക്കുകളിൽ വളരെ പൊടുന്നനെയുള്ള മാറ്റങ്ങൾ ദൃശ്യമാണ്. ഉദാഹരണത്തിന് വെനിസുലായിൽ ഇതാണ് കാണുന്നത്. കുടിയേറ്റക്കാരുടെ ഒഴുക്കിന് രാഷ്ട്രീയ മാറ്റവും കാരണമാകാറുണ്ട്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ലോകത്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് ജാഗ്രത പുലർത്തുക എന്നാൽ ഈ മഹാമാരി മൂലമുള്ള അന്യോന്യ തകർച്ചയെ നേരിടാൻ തയ്യാറെടുക്കുക എന്നാണ്. UN കണക്കുകൾ പ്രകാരം കൊറോണ വൈറസ് മൂലം സമീപകാലത്ത് ഏതാണ്ട് 25 രാജ്യങ്ങൾ അതീവ ഗുരുതരമായ പട്ടിണിയിലേക്ക് മാറും. ഇപ്പോൾ തന്നെ അപകടകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും സ്ഥിതി ഇത് ദയനീയമാക്കും. അതിനാൽ റോമായിലെ ഇടവകകളിൽ ജീവിക്കുന്ന ആവശ്യക്കാരായ ലാറ്റിൻ അമേരിക്കൻ കുടിയേറ്റക്കാർക്ക് അവർ തുണിയും ആഹാരവും വിതരണം ചെയ്യുന്നുമുണ്ട്. 100 വർഷം മുൻപുണ്ടായിരുന്ന അതേ അവസ്ഥ തുടരുന്നത് കൊണ്ടാണ് സ്കാലബ്രീനിയൻസ് മിഷണറിമാർ ഇപ്പോഴും തുടരേണ്ടി വരുന്നത്. സ്ഥാപകനായ ബിഷപ്പ് കാലത്തെ മുൻകൂട്ടി കണ്ട പ്രതിഭയാണ്. ട്രാക്ടോറിയ നൽകുന്നത് വിഭിന്നമായ രുചിയുള്ള ഭക്ഷണമാണ്. അതിൽ നിറസ്നേഹമുണ്ട്. ഉള്ളിൽ ഒളിഞ്ഞിരുന്ന ശേഷിയുടെ പ്രകടനമുണ്ട്. അല്പനേരമെങ്കിലും വീട്ടിനു പുറത്തൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന പ്രതീതി ഉണ്ടാക്കുകയാണ്
ഭിന്നരായ ഈ മനുഷ്യർ. ഭിന്നശേഷി വിഭാഗത്തിന് രൂപീകരണത്തിനും അവരെ ഉൾക്കൊള്ളുന്നതിനും അവസരമൊരുക്കുകയാണ് സാന്റ് എഗിഡിയോ സമൂഹം. പ്രസിദ്ധമായ ട്രാസ്റ്റെവരയുടെ ഹൃദയഭാഗത്താണ് സാന്റ് എഗിഡിയോ സമൂഹത്തിന്റെ ട്രാക്ടോറിയ ഡെഗ്ലി അമിഷി പ്രവർത്തിക്കുന്നത്. അത് വെറുമൊരു റെസ്റ്റോറന്റ് അല്ല. വിശിഷ്ടമായ ഇറ്റാലിയൻ വിഭവങ്ങൾ ഒരുക്കുന്നതിനു പുറമെ വലിയ അന്തരീക്ഷം ഒരുക്കുന്നതിലും അവർ ശ്രദ്ധിക്കുന്നു. സാന്റ് എഗിഡിയോ സമൂഹം നടത്തുന്ന ഈ സ്ഥാപനം സേവനത്തിൽ മുൻപന്തിയിലാണ്. സോഫിയ ജാൻസൺസ് പറയുന്നു, ഉൾക്കൊള്ളലിന്റെ വലിയൊരു പദ്ധതിയാണ് ഇത്. ഭിന്നശേഷിയുള്ളവർ അവരുടെ ആന്തരിക സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന സ്ഥലം. അവരുടെ ശേഷി ഷോക്കേസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. അവരുടെ യൂണിഫോമായ ലാളിത്യമുള്ള ഉടുപ്പിന്റെ പിൻപുറത്ത് ഈ 3 ചോദ്യങ്ങളുണ്ട്: കഴിവുണ്ടോ, യോഗ്യനാണോ, ശേഷിയുണ്ടോ? ഉടുപ്പിന്റെ മുന്നിൽ അവരുടെ യഥാർത്ഥ തിരിച്ചറിയൽ എഴുതിയിരിക്കുന്നു: സുഹൃത്ത്. അവിടുത്തെ വെയിറ്റർ ഡീഗോ പ്രോയിറ്റി പറയുന്നു, ഞാൻ വളരെ നല്ല സേവനമാണ് ചെയ്യുന്നത്. 2008-ലും 2009-ലും ഇവിടെ വന്ന കസ്റ്റമേഴ്സിനെ എനിക്കറിയാം. അവർ ഇവിടെ വന്ന മാസവും ഇരുന്ന് ഭക്ഷണം കഴിച്ച മേശ പോലും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അവരെന്താണ് കഴിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. അതോർക്കാൻ ഞാൻ ശീലിക്കുകയാണ്. ഉയർന്ന നിലവാരമുള്ള സേവനത്തിനു പുറമെ ഭക്ഷണം കഴിക്കാനെത്തുന്നവർക്ക് സ്വന്തം വീട് പോലെ തോന്നാനും സുഹൃത്തുക്കളെപ്പോലെ ആകാനുമാണ് അവർ ശ്രമിക്കുന്നത്. രൂപീകരണം വളരെ പ്രധാനമാണ് ഞങ്ങൾക്ക്. ഇതൊരു പറ്റിയ ഇടമാണെന്ന് ഞങ്ങൾ കരുതുന്നു. ഇവിടെ എത്തുന്നവർക്ക് നല്ല സമയം ചെലവഴിക്കാൻ, നന്നായി ഭക്ഷണം കഴിക്കാൻ, അവർ നന്നായി ശുശ്രൂഷിക്കപ്പെടാൻ പറ്റിയ സ്ഥലം. അതിന് പറ്റുന്ന ടീമിനെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ കോഴ്സ് നൽകുന്നുണ്ട്. രുചികരമായ ഈ അന്തരീക്ഷത്തിൽ ചിത്രങ്ങളുടെ ഒരു സ്ഥിരം പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. അത് വിൽപ്പനയ്ക്കുള്ളതാണ്. ഈ കലാകാരന്മാരും അവരുടെ ശേഷി പ്രകടിപ്പിക്കുന്നു. പരിമിതികളുള്ള അവർക്ക് അപാരമായ ഭിന്നശേഷിയുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കസ്റ്റമറിനോട് സൗഹൃദവും അനുകമ്പയും കാട്ടി സ്വാഗതം ചെയ്യാനുള്ള പ്രത്യേക കഴിവ് അവർക്കുണ്ട്. നമുക്ക് നോക്കി പഠിക്കാവുന്ന ശീലങ്ങൾ ഞാൻ അവരിൽ നിന്നും എല്ലാ ദിവസവും പഠിക്കുന്നു. ട്രാക്ടോറിയ ഡെഗ്ലി അമിഷിയുടെ വരുമാനം സാന്റ് എഗിഡിയോ സമൂഹത്തിന്റെ പദ്ധതികൾക്കാണ് ചെലവഴിക്കുന്നത്. മഹാന്മാരായ ഈ കൂട്ടുകാർക്ക് തൊഴിൽ സ്ഥലങ്ങളിൽ രൂപീകരണവും ഉൾക്കൊള്ളലും ലഭ്യമാകാൻ വേണ്ടി. വത്തിക്കാൻ ഡയറിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.